ഞാൻ ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വിഷയത്തിൻ്റെയും മറ്റൊരു ഫേസ് കാണാൻ ശ്രമിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതേ ചെയ്യാറുള്ളൂ. അതായത് ഇപ്പോൾ രാത്രിയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ ഇഷ്ടം ഇപ്പോൾ പകലല്ല എന്നാണ്. ശരിക്കും ആ ഒരു വാക്കിന് നമ്മൾ പറയുമ്പം പൊസസ്ഡ് എന്ന് പറയുന്നൊരു മീനിങ് കൂടിയുണ്ട്. അതായത് എന്തൊക്കെയോ ചില ബാധകൾ, ആ വേർഡ് ഞാൻ ഒന്നുകൂടി പറയുന്നു, എന്തൊക്കെയോ ചില ബാധകൾ അടങ്ങിയിട്ടുള്ള ഒരു മോതിരം. ഈ ഇംഹോട്ടേപ്പ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ നമ്മുടെ മമ്മി എന്ന് പറയുന്ന സീരീസിൽ, ആളെപ്പോലുള്ള ചില പുരോഹിതന്മാർ അവർ മമ്മിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അതിന് അവർ യൂസ് ചെയ്യുന്ന ഗോഡാണ് അനുബിസ്, ഡെത്ത്, അതായത് മരണത്തിൻ്റെ ദേവനാണ്. മരണത്തിന് ശേഷമുള്ള ലൈഫ് ആഫ്റ്റർ ഡെത്തിൻ്റെ ദൈവമാണ് ഹോറസ്. അപ്പം ലൈഫിൻ്റെ ദൈവം എന്നും പറയപ്പെടുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്യുന്ന സ്പേസാണ് ഈ മരണം എന്ന് പറയുന്നത്. അതായത് മരണം എന്ന് പറയുന്ന സ്ഥലം നടക്കുന്നത് ശരിക്കും ഒരു സാർക്കോഫാഗസിൻ്റെ ഉള്ളിലാണെന്നാണ് ആ പുസ്തകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സാർക്കോഫാഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുത്തൻഖാമനൊക്കെ മമ്മി ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു ശവപ്പെട്ടിയുണ്ട്, ശരിക്കും ഒരു ഫറോവൻ്റെ ഷേപ്പിലുള്ള ഒരു ശവപ്പെട്ടി. ഈ സാധനത്തിനെയാണ് സർക്കോഫാഗസ് എന്ന് പറയുന്നത്. അപ്പോൾ സർക്കോഫാഗസിൻ്റെ ഉള്ളിലാണ് ഈ രണ്ട് പവറും ജോയിൻ ചെയ്യുന്നതും. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ അവർ, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്നൊരു ഈജിപ്ഷ്യൻ തുത്തൻഖാമനിലാണെന്ന് തോന്നുന്നു, ഐ തിങ്ക് തുത്തൻഖാമനിലാണെന്ന് തോന്നുന്നു ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ആ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും അത് പറയുന്നില്ല. സോ ഈ ഒരു മോതിരത്തിനെ സർക്കോഫാഗസ് റിംഗ് എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ മമ്മിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഈ നല്ല സുഗന്ധലേപനങ്ങളൊക്കെ എംബാം ചെയ്യുന്ന, ആ ബോഡി എംബാം ചെയ്തിട്ട് അവർ ഈ ക്ലോത്ത് വെച്ച് കെട്ടിയിട്ടാണല്ലോ ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരം പുരോഹിതന്മാർ ഇത്തരത്തിലുള്ള ആമുലറ്റ്സ് യൂസ് ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്തിരുന്ന ഒരു ആമുലറ്റാണ് ഈ അനുബിസ് ഹോറസ് റിംഗ്. അതായത് ഈ ഒരു ലോകത്തു നിന്നും മരണത്തിൻ്റെ ദേവൻ വഴി മരണത്തിന് ശേഷമുള്ള ലോകത്തിലേക്ക് ഒരു ആത്മാവിനെ, രാജാവിനെ, കാരണം മമ്മി ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ ആയിട്ടുള്ള ഒരാളാണല്ലോ, വാല്യൂ ഉള്ള ഒരാളെയാണ് ഇവർ മമ്മിഫൈ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ആത്മാവിനെ വിടുക, ഈ ഒരു പ്രോസസ്സാണത്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നി എനിക്കിത് വേണം, ഇത് കിട്ടിയേ പറ്റൂ. ഭ്രാന്താണ്. ഒരിക്കലും ഈ ഒരു മെൻറ്റാലിറ്റിയിലുള്ള ഞാനാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് ബാക്ക് ഔട്ട് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വായിക്കുന്ന ചില വിഷയങ്ങൾ, നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ നമ്മളെ ഡ്രൈവ് ചെയ്യും, നമ്മളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്നെ അങ്ങനെ കൊണ്ടുപോയി ഒരു മുകളിൽ നിന്ന് ഇപ്പോൾ താഴത്തേക്ക് ഇട്ടിട്ട് ആ താഴത്തിരുന്നിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തൊരു വാക്കാണ്, നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ലായിരിക്കും. അത് വീണ്ടും പറയുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അതൊരു സത്യമാണ്. കാരണം ഞാൻ ഈ സാധനം പറയുമ്പം നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ലായിരിക്കും. അതിൻ്റെ കാരണം ഞാൻ ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വിഷയത്തിൻ്റെയും മറ്റൊരു ഫേസ് കാണാൻ ശ്രമിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതേ ചെയ്യാറുള്ളൂ. അതായത് ഇപ്പോൾ രാത്രിയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ ഇഷ്ടം ഇപ്പോൾ പകലല്ല എന്നാണ്. അതിൻ്റെ തിരിച്ചാണ്. അത് എൻ്റെ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം നീ ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ മോശമാണ് എന്ന് ചിന്തിക്കുന്നതും ഈ പറഞ്ഞ ഓപ്പോസിറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ചിന്തിക്കുന്ന ഒരു തോട്ടാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ എന്തിൻ്റെയും മറ്റൊരു ഫേസ് കാണാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനത്തെ ചിന്തകളുള്ള ആളുകളാണ് ഈ കുഴിയിൽ വീണു പോകുന്നത്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ അങ്ങനെ ഒരു കുഴിയിൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഞാനിപ്പോൾ അതൊന്ന് റിസറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കൂടുതലായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ അനുനാക്കി ബേസ്ഡ് പുസ്തകങ്ങൾ, വീഡിയോസ്, ഡോക്യുമെൻ്ററീസ്, അതിനെക്കുറിച്ചിട്ടുള്ള ആളുകളുടെ ചർച്ചകൾ, ഇതൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള, അതായത് ഈ ആകാശത്തേക്കൊക്കെ നോക്കുമ്പം ഞാൻ പലപ്പോഴും ഈ സ്കൈ വാച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്കൈ വാച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വലിയ മറ്റേ നമ്മുടെ സയൻറ്റിസ്റ്റുകളൊക്കെ സംസാരിക്കുന്ന പോലെയുള്ള വാക്കുകളൊന്നും ആയിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. ജൂപ്പിറ്ററിനെയും വീനസിനെയും
പിന്നെ ഓറിയോൺ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയും, അതിലും വലിയ സംഭവമൊന്നുമല്ല. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് എന്നറിയാം. മാഴ്സ് കണ്ടാൽ തിരിച്ചറിയാം. പിന്നെ അല്ലാത്ത ചില സാധനങ്ങളൊക്കെ ഇപ്പോൾ പൊളാരിസ് ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ അത് ഇന്നതാണെന്ന് പറയാം. ഇത്രയൊക്കെ തന്നെ അറിയൂ. അങ്ങനെ ചെയ്യുമ്പോൾ പോലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്ഫിങ്സ് എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഫിങ്സ് എന്ന് പറയുന്ന വീഡിയോയിൽ ആ സ്ഫിങ്സ് എന്ന് പറയുന്ന ശില്പം അവരുണ്ടാക്കാനുള്ള കാരണം ലിയോ എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ, ആ ഒരു ഐഡിയയിൽ നിന്നാണ് അവരിങ്ങനെയൊരു ശില്പം ഉണ്ടാക്കിയതെന്നും അങ്ങനെയൊക്കെ കുറേ കഥകൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടിരുന്ന ഒരു സിവിലൈസേഷനായിരുന്നു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അങ്ങനെയൊക്കെ വായിക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമായിരുന്നു അല്ല, സ്റ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഈജിപ്റ്റാണ്. മരിക്കുന്നതിന് മുമ്പ് എത്ര ചിലവായാലും എത്ര സമയമെടുത്താലും എനിക്ക് പിരമിഡ് എൻ്റെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണണം എന്ന്, അത് മാത്രമാണ് എൻ്റെ എടുത്തു പറയാവുന്ന ഏറ്റവും വലിയ ഒരു ആഗ്രഹം. എനിക്കത് ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമാണ്. സ്ഥലത്ത് പോകാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്തിലൊന്ന് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പം ഇത്തരത്തിലുള്ള ഇഷ്ടങ്ങൾ ഭയങ്കരമായിട്ട് മനസ്സിലുള്ളത് കൊണ്ട് അവരുടെ അമുലെറ്റ്സിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സാധനമായിട്ട് ഞാൻ ഇതിനെ കണ്ടു. ഇതേപോലെ തന്നെ മറ്റേ എന്താ പറയുക, സ്കാരബൊക്കെ ഉണ്ടല്ലോ. സ്കാരബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈജിപ്റ്റ് മമ്മി സിനിമയിൽ തന്നെ നിങ്ങൾ കാണുന്ന ആ വണ്ടില്ലേ, സ്കാരബിൻ്റെ പല ജ്വൽസ് കൊണ്ടുണ്ടാക്കിയ സ്കാരബ്സ്, അങ്ങനത്തെ റിങ്സൊക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്ന ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനോടൊന്നും തോന്നാത്ത ഒരു താല്പര്യമായിരുന്നു എനിക്ക് അനുബിസ് ഹോറസ് റിങ്ങിനോട് ഒരു താല്പര്യം. സോ ഇനി നമ്മളുടെ റിയൽ സ്റ്റോറിയിലേക്ക് വരാം. ഇതിനെക്കുറിച്ച് വർഷങ്ങളോളം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2017 ഞാൻ ഈ പറഞ്ഞ banggood.com ഞാൻ ഈ ഒരു റിങ് വാങ്ങുന്നത്. 2017, 18, 19 കൊറോണേൻ്റെ ആ ഒരു മുമ്പ് വരെ ഈ റിങ് ഫുൾ ടൈം എൻ്റെ കയ്യിലുണ്ടാവും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്തിനാണ് ഇത്രയും വെയിറ്റുള്ള റിങ് കയ്യിൽ കൊണ്ട് നടക്കുന്നത്? അതിനത്ര വെയിറ്റൊന്നും ഇല്ലായിരുന്നു, പക്ഷെ കാണുമ്പോൾ ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് നടന്നത്. പക്ഷേ അതിൽ കളർ പോയി തുടങ്ങിയ സമയത്ത് അത് ഭയങ്കര അഗ്ലി ആയി തോന്നി. അതായത് നമ്മുടെ കയ്യിൽ തന്നെ അത് ഇടുന്നത് ഒരു വൃത്തികേട് പോലെ തോന്നി. പല ആൾക്കാരും കാണുമ്പം ഓക്കെ എന്ന് പറയുമെങ്കിലും അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ലോക്കലാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. സോ ഞാൻ പിന്നെ അത് ഉപയോഗിക്കാതെ, സോ അതിന് പറ്റിയൊരു സാധനം എനിക്ക് വേണം, എനിക്കത് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ അന്വേഷിച്ചു. ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത്തരത്തിലുള്ള ഓർണമെൻറ്റ്സ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമ്പം, ഇപ്പോൾ നമ്മുടെ കയ്യിലാണ് ഇടുന്നത്, അപ്പോൾ കൈ വേർക്കുന്ന സമയത്തൊക്കെ മെറ്റലിനെ അത് ബാധിക്കും. എനിക്ക് ആ ഷൂട്ടിൻ്റെ സമയത്തും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് വരുമ്പോഴും മാത്രമാണ് ഇട്ടിരുന്നെങ്കിൽ അതിനൊരു കംപ്ലൈൻറ്റും വരില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ രണ്ടാമത് ഈ സാധനം കിട്ടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒക്കേഷൻസിൽ മാത്രം ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതിനെ സേഫായിട്ട് എടുത്ത് വെക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ ഈ സാധനം കിട്ടാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കിട്ടാനില്ല. ഗോൾഡിൻ്റെ ഒക്കെ ചില എലമെൻസ് ഉള്ള സാധനങ്ങൾ കിട്ടാനുണ്ട്, പക്ഷേ ഇതൊന്നും നമ്മുടെ രാജ്യത്തേക്ക് വരില്ല. അങ്ങനെ ഞാൻ ഒരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ഫേക്കൊക്കെ ഉള്ള ഒരു സാധനമാണ്. ആ വെബ്സൈറ്റിൽ ഞാൻ ഈ സാധനം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ സിൽവറിൽ മോഡൽ ചെയ്തിട്ടുള്ള ഒരു സാധനം. ഞാനത് കണ്ട് വളരെയധികം താല്പര്യത്തിൽ ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തു. അതിന് ഏകദേശം ഷിപ്പിംഗ് ചാർജ് അടക്കം 9,000 സംതിങ് ചാർജും വന്നു. അത് എൻ്റെ കയ്യിൽ കിട്ടിയില്ല പറഞ്ഞാൽ സ്റ്റിൽ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. ഞാനത് ഒരു വർഷം മുമ്പേറ്റം ബുക്ക് ചെയ്തതാണ്. പേയ്മെൻറ്റൊക്കെ കൊടുത്തു, പക്ഷെ കിട്ടിയില്ല. എൻ്റെ പല സുഹൃത്തുക്കളോടും ഞാൻ ഈ സാധനം പറഞ്ഞു. അത് ഇസ്താൻബുൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലാണിത് മോഡൽ ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്ന കമ്മ്യൂണിറ്റി ടാബിൽ തന്നെ ഞാനത് ചോദിച്ചിട്ടുണ്ട്, ഇസ്താൻബുളിലുള്ള ആരെങ്കിലും ഉണ്ടോ, കാരണം അതിനെക്കുറിച്ചൊന്ന് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണോ. പക്ഷേ ഈ സാധനം കിട്ടിയില്ല. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ആളുകളൊക്കെ എന്നെ സ്വാഭാവികമായിട്ടും കുറ്റം പറയുമായിരിക്കുമല്ലോ, കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്ത് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങേണ്ട ആവശ്യമുണ്ടോ, അത് സ്ഥിരമായിട്ടിട്ട് നടക്കുകയല്ല. അതിപ്പോൾ വെള്ളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ടിട്ട് നടക്കാം, കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും പറ്റില്ല, മറ്റ് ലോഹങ്ങൾ പോലെ അല്ലല്ലോ. സോ അതെനിക്ക് നഷ്ടമായി. നിങ്ങളാണ് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അത് ഡ്രോപ്പ് ചെയ്യും, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷേ എൻ്റെ ഭ്രാന്ത് അങ്ങനെയായിരുന്നു. ഞാൻ അവിടെയും വിട്ടില്ല, ഞാൻ പിന്നാലെ പോയി. ഇനി കിട്ടുകയാണെങ്കിൽ അത്
ഒറിജിനൽ അമുലറ്റ് ആയിരിക്കണം. അങ്ങനെ പോയി ഞാനൊരു സാധനം കണ്ടു. അദ്ദേഹം ഈജിപ്തിലാണ്. ആള് ഒരു ബ്ലാക്ക് മജീഷ്യനാണ്. ഇതൊക്കെ അവർ പറയുന്ന സ്റ്റോറീസാണ്. ഞാനതിന് അന്ന് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ നടന്ന ചില ഇൻസിഡൻസ് ഉണ്ട്. ആ ഇൻസിഡൻസ് അറിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അത് വിശ്വസിച്ച് പോകും.